ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ന്യൂ ചൈനീസ് ഡ്രാമയാണ് കേട്ടോ. ഡ്രാമയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ ഈ ഡ്രാമയിലെ ഹീറോയിനാണ്. ഹീറോയിൻ്റെ പേരാണ് ലിന്നെന്ന്. ഇവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നല്ല ടോപ്പ് ഫാമിലിയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല റിച്ചാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു കുട്ടീനെ വേണം. അപ്പോൾ അവൾക്ക് മാരേജ് ചെയ്യാൻ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവളുടെ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ കുട്ടി ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവളാണെങ്കിൽ ഒരു മെയിൽ മോഡലിനെ സെലക്ട് ചെയ്യാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡൽസിനൊക്കെ സെയിൽ ചെയ്യുന്ന പ്ലേസാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണെങ്കിൽ മോഡലിനെ വാങ്ങാൻ വന്നേക്കാണ്. അപ്പോൾ ആ ടൈമിൽ കുറച്ച് പേരൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് കണ്ടിട്ടൊന്നും ഇഷ്ടമാവണില്ല കേട്ടോ. എൻ്റെ ഹീറോയിൻ പറയുകയാണെങ്കിൽ ഞാൻ പോകാമെന്ന് പറയണ്ട. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ ആ മോഡലിനെ സെയിൽ ചെയ്യുന്ന ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണാണെങ്കിൽ പറയാണ് ഒരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെയും പറയാണ് കേട്ടോ. ഇവൻ്റെ പേരാണ് അജിന്ന് വിളിക്കുന്നുണ്ട്. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ എൻ്റർ ആവാണ് കേട്ടോ. ഹീറോ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീറോനെ കണ്ട് ഫ്ലാറ്റ് ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോനെ കാണാൻ നല്ല ലുക്കാണ്. ഹീറോനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹീറോയും നമ്പർ 1 റിച്ചസ്റ്റ് പേഴ്സൺ ആണ് കേട്ടോ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മെമ്മറി ലോസ് ആയിട്ടുണ്ട്. ഇവന് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് അതുകൊണ്ട് ഇവൻ്റെ പാസ്റ്റ് ഒന്നും ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹീറോനെ കണ്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ പറയാണ് എനിക്ക് ഇവ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹീറോ ഒരു സ്റ്റാച്ചു പോലെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം അവൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആരാണോ കൊണ്ടുപോകുന്നത് അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, അതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ ബോഡിക്കാണെങ്കിൽ നമ്മുടെ ഹീറോയും വന്ന് ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇവള് പറയാണ് നല്ല ഫ്ലെക്സിബിളാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ ലേഡി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവന് ഞാൻ എന്തായാലും കൊണ്ടുവന്ന് നന്നായി, അതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല എമൗണ്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും ഓർമ്മയൊന്നുമില്ലല്ലോ. അവൻ നല്ലൊരു ബിസിനസ്സുകാരനും അതുപോലെ തന്നെ നല്ല റിച്ച് ഫാമിലി പെട്ടവനാണ് കേട്ടോ. പക്ഷെ മെമ്മറി ലോസ് ആയതുകൊണ്ട് തന്നെ അവൻ ആരാണെന്ന് അവൻ അറിയില്ല. എന്നിട്ട് ഈ ലേഡിക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോ വരുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററും അവളെ എക്സ് ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് വരുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഇവരാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കളിയാക്കുന്നുണ്ടായിരിക്കും കേട്ടോ. നീ എന്താണ് മോഡലെ സെലക്ട് ചെയ്യാൻ വന്നേക്കാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിന് ദേഷ്യം വരുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് എൻ്റെ കാര്യം നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ എന്നുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ സ്നേഹിച്ച പയ്യനായിരിക്കും നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ കൂടെ ഉള്ളത് കേട്ടോ. ഇവനാണെങ്കിൽ നമ്മുടെ ഈ ഹീറോയിൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററാണെങ്കിൽ വളച്ചെടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പം ഈ ചെക്കനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കാണുന്നത് തന്നെ ദേഷ്യമാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനും ഇവനെ മൈൻഡ് ആക്കിയാണ് നമ്മുടെ ഹീറോയിനെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. ഹീറോയിൻ്റെ അടുത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്, എനിക്ക് എത്രയും വേഗം ഒരു കുട്ടീനെ തരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് എന്ന് പറയുന്നത് കുട്ടി ഉണ്ടാവണ വരെയുള്ള എഗ്രിമെൻ്റാന്ന് പറയുന്നുണ്ട്. നിനക്ക് എത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ തരാമെന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിൻ മോക്കെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ് എത്രയും പെട്ടെന്ന് എനിക്കൊരു കുട്ടീനെ വേണം, എൻ്റെ ബിസിനസ് റൺ ആവണമെങ്കിൽ കുട്ടി മസ്റ്റാന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മയുടെ സ്വത്തുക്കളൊക്കെ എനിക്ക് കിട്ടണമെങ്കിൽ എനിക്ക് കുട്ടി വേണം. നമ്മുടെ ഹീറോയിൻ്റെ ഫാദർ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഹീറോയിനോട് വലിയ കെയറിങ് ഒന്നുമില്ല. സ്റ്റെപ്പ് സിസ്റ്ററാണ് കേട്ടോ ഇഷ്ടം. അമ്മ മരിച്ചതിന് ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ഒറ്റപ്പെട്ടായിരിക്കും താമസിക്കേണ്ടായിരിക്കും. അവൾക്ക് ആരും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് അവൾക്കൊരു കുട്ടി വേണമെന്ന് പറയുന്നത്. പിന്നെ മാരേജിനോട് അവൾക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം അവളെ എക്സ് ബോയ് ഫ്രണ്ട് അവളെ ചീറ്റ് ചെയ്ത് കാരണം. എന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മുടെ ഹീറോയെ എഗ്രി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് അന്ന് നൈറ്റാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇൻറ്റിമേറ്റ് ആവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. മോർണിംഗ് ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര ഷേ കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ ഫേസ് നോക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇവിടെ പറയാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെ ഒരാളായിട്ട് ഇൻറ്റിമേറ്റ് ആവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാനൊന്നും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഹീറോ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫോണാണെങ്കിൽ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോണിൽ വേറെ ആരുമില്ല, നമ്മുടെ ഹീറോയിൻ്റെ അസിസ്റ്റൻ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റെപ്പ് സിസ്റ്ററാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടുത്തെ ഡയറക്ടറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പൊസിഷൻ തട്ടിയെടുക്കാൻ വേണ്ടി അവൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് സപ്പോർട്ടായിട്ട് അവളെ ഫാദറുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ശരി ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് മിസ്റ്റർ ബൂ ആയിട്ടൊരു കൊളാബറേഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ അവർ കമ്പനിയായിട്ട്. അപ്പോൾ മിസ്റ്റർ ബൂ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് എന്തൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി മിസ്റ്റർ ബൂ എന്ന് പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ ഹീറോ ആണ് കേട്ടോ. നമ്മുടെ ഹീറോൻ്റെ പേരാണത്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും അറിയില്ലല്ലോ. കാരണം അവന് ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം മെമ്മറിക്ക് ലോസായി പോയിട്ടുണ്ടല്ലോ. എന്നിട്ട് അവൻ എന്തൊക്കെ തലവേന പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഈ പേരൊക്കെ എവിടെ കേട്ട പോലെ അവന് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കേണ്ടത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇല്ല എനിക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഓഫീസിൽ പോകണമെന്ന് പറയുന്നുണ്ട്. നീ എന്തായാലും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട, എൻ്റെ കൂടെ വരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയും ശരി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോയിൻ പറയുന്നുണ്ട് മിസ്റ്റർ ബൂവിൻ്റെ
ഓഫീസിലേക്ക് എനിക്ക് പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഓഫീസിൽ വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോനെ അവിടെ ഇരുത്തിയിട്ട് പറയാണ് ഞാൻ പോയിട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററും അവളെ അച്ഛനൊക്കെ നമ്മുടെ ഹീറോയിന് എന്തോ പണി കൊടുക്കണമെന്ന് അവൾക്ക് ഫീൽ ആയിട്ടുണ്ട്. അതാണ് അസിസ്റ്റൻറ്റ് വേഗം കോൾ ചെയ്തത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് എവിടേക്ക് എനിക്ക് പോയത്, ഞാൻ വരണവരെ ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇവിടെ ഒന്നും പരിചയമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഹീറോയും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയും പോണതാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ ക്യാബിൽ വന്നിരിക്കേണ്ട ആ സമയത്ത് ഒരു മീറ്റിംഗ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റെപ്പ് സിസ്റ്ററും അവളുടെ ഫാദറും വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോൻ്റെ കമ്പനിയായിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്രോജക്റ്റിൽ സൈൻ ചെയ്ത് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഇവിടുത്തെ ഡയറക്ടർ ഞാനാണ്, ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഈ സ്റ്റെപ്പ് സിസ്റ്റർ പറയുന്നുണ്ട് നീയല്ലേ ഫാമിലിക്ക് ഉപേക്ഷിച്ച് പോയ ആളെന്ന് പറയുന്നുണ്ട്. പിന്നെ നീ എന്തിനാ പോകണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് ഇതെൻ്റെ അമ്മയുടെ പ്രോപ്പർട്ടിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ എനിക്കാണ് ഇവിടെ കൂടുതൽ അവകാശം നമ്മുടെ ഹീറോയിന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററും പറയാണ് നിനക്കല്ലെങ്കിൽ നാളല്ല എന്ന് പറയുന്നുണ്ട്, നീയല്ല എല്ലാം ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് എന്തായാലും മിസ്റ്റർ ബൂവിൻ്റെ ഓഫീസിലേക്ക് ഞാൻ പോകുന്നു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവൾക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചിട്ട് ഇവളുടെ പൊസിഷൻ തട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ നോക്കുന്നത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ് നമുക്ക് എത്രയും വേഗം മിസ്റ്റർ ബൂവിൻ്റെ ഓഫീസിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ ചോദിക്കേണ്ടത് മിസ്റ്റർ ബോ എന്ന് ചോദിക്കേണ്ട. അപ്പോൾ ഇവളും പറയുന്നുണ്ട് അതിന്ന് പറയുന്നുണ്ട് കേട്ടോ. ആളായിട്ടൊരു കൊളാബറേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്തായാലും ആളെ കൂടെ ആ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫേസ് കുറച്ച് ഡള്ളായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ ചോദിക്കേണ്ടത് എന്ത് പറ്റിയെന്ന്. അപ്പം നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഇല്ല എനിക്കൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് എത്ര വേഗം അവിടെ നിന്ന് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പോകുന്നത് നമ്മുടെ ഹീറോൻ്റെ ഓഫീസിലേക്ക് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇവരെത്തനക്കൾ തൊട്ട് മുന്നേ തന്നെ ആ സ്റ്റെപ്പ് സിസ്റ്റർ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവൾക്ക് പരിചയമുള്ള ഒരു അങ്കിളെ കൊണ്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല രീതിയിലാണെങ്കിൽ ഇവൾ മോശമായിട്ട് സംസാരിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ അങ്കിൾ പറയാണ് നീ എന്തിനാണ് ഈ മേൽമോഡലൊക്കെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ ടേസ്റ്റൊക്കെ ബാഡാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിൻ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾ തിരിച്ച് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളുടെ ഡയലോഗ് കേൾക്കാൻ വന്നതല്ല, ഞാൻ മിസ്റ്റർ ബൂനെ കാണാൻ വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറയട്ടെ അവിടെ ഒരു കമ്പി എടുക്കണ്ടായിരിക്കും. ആ കമ്പി എടുത്തിട്ട് നമ്മുടെ ഹീറോയിനെ അടിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സിസ്റ്റർ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ അടിക്കാൻ വരുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ അത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമ്മുടെ ഹീറോ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടിയാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ആയിരിക്കും കിട്ടുക. അപ്പോൾ അടി കിട്ടണ വശം തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്കാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിലോ നമ്മുടെ ഹീറോയ്ക്ക് ആക്സിഡൻ്റ് ആയിരുന്ന സമയത്താണല്ലോ അവൻ്റെ മെമ്മറി ലോസ് ആയി പോയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവൻ ഈ അടി കിട്ടുന്നത് അവൻ്റെ തലക്കായിരിക്കും. അപ്പോൾ അടിക്കണ വശം തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലോ എന്തൊക്കെയോ ഓർമ്മകൾ ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അതായത് വേറൊന്നല്ല അവൻ്റെ പോയ മെമ്മറി ഉണ്ടല്ലോ അതാണെങ്കിൽ അവന് തിരിച്ചു വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓഫീസിൽ പോകുന്ന ടൈമിലായിരിക്കും അവന് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ അവിടെ ആരും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ ആ മോഡൽ സെയിൽ ചെയ്യണ പെണ്ണുണ്ടല്ലോ ആ ലേഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ലേഡി ആണെങ്കിൽ നമ്മുടെ ഹീറോനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവന് ബോധമില്ലാത്ത സമയത്ത് ഇവനെ അവളായിരിക്കും അവിടെ നിന്ന് കൊണ്ടുവരാം. പിന്നെ ബോധം വരുന്ന ടൈമിൽ ഇവൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ ഈ പെണ്ണാണ് ഇവൻ്റെ പേര് അഞ്ചെന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവനെ കാണാൻ ലുക്കുള്ളത് കൊണ്ട് തന്നെ ഇവനെ മോഡലായിട്ട് ഇവളിവിടെ വെച്ചേക്കായിരിക്കും ഇവൾക്ക് നല്ല ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോൻ്റെ വീടാണ്. അവിടെ നമ്മുടെ ഹീറോൻ്റെ ബ്രദറും അതുപോലെ അവൻ്റെ മുത്തശ്ശിയും കൂടി പ്രയർ ചെയ്യാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോനെ കാണാണ്ട് കുറേ ദിവസമായിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കൊച്ചുമോനെ എവിടെയാണെന്നാണ് നമ്മുടെ മുത്തശ്ശി പ്രയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രദറും പറയുന്നുണ്ട് എത്രയും വേഗം എൻ്റെ ബ്രദറിനെ കാണട്ടെ എന്നൊക്കെ ഇപ്പോൾ അവരും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ കറക്റ്റ് നമ്മുടെ ഈ ബ്രദറിൻ്റെ ഫോണിലേക്കാണെങ്കിൽ കോള് വരുന്നുണ്ട് ഓഫീസിൽ നിന്നാണ്. കാരണം ഓഫീസിൽ ഓൾറെഡി പ്രശ്നം നടക്കുകയാണല്ലോ നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ അയാളായിട്ട്. അപ്പം നമ്മുടെ ഈ ബ്രദറാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ്മ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയുന്നുണ്ട് ഓഫീസിൽ എന്ത് ഇഷ്യൂ നടക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എത്രയും വേഗം അവിടേക്ക് പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗ്രാൻഡ്മയും ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഈ ബ്രദറും അതുപോലെ ഗ്രാൻഡ്മയും കൂടിയിട്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാനാണ് മിസ്റ്റർ ബൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത്
സമയത്ത് ഇവിടെ ആരും വിശ്വസിക്കണമെന്നില്ല. കാരണം നമ്മുടെ ഹീറോ ഒരു മോഡലാണെന്ന് അവർക്കൊക്കെ അറിയാം കേട്ടോ. എന്നിട്ട് ഇയാളാണെങ്കിൽ നമ്മുടെ ഹീറോ നല്ല രീതിയിൽ പരിഹസിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് നിങ്ങൾ ഇവനെ പരിഹസിക്കുന്നു വേണ്ടെന്ന് പറയുന്നുണ്ട്. ഇവനിപ്പോൾ ഒരു സാധാരണക്കാരനായിരിക്കാം, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളെക്കാളും ബെറ്റർ പേഴ്സൺ ആവുമെന്ന് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളും ഒരാളെ പുച്ഛിക്കാൻ പാടുന്ന നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇയാൾക്ക് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോനെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫേസ് ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. കാരണം ഇവന് മെമ്മറി ലോസ് ആവുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനെ അറിയാം, പക്ഷേ ഇപ്പോൾ അവന് ഓർമ്മ തിരിച്ചു കിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഇവളുടെ ഫേസ് നമ്മൾ ശരിക്കും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇവളും പറയുന്നുണ്ട് ഈ ഹീറോ എന്ന് പറയുന്നത് നല്ലൊരു പേഴ്സണാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ തിരിയണ വശം തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ ഫേസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫേസ് കാണുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. വേറൊന്നല്ല, നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഓൾറെഡി അറിയാം കേട്ടോ. കാരണം ഇവൻ്റെ ഒരു ക്രഷാണ് നമ്മുടെ ഹീറോയിൻ. ആ സ്റ്റോറിയൊക്കെ നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ശരിയല്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ ഇവളെ കണ്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻഡ് മേനും അതുപോലെ തന്നെ ഇവൻ്റെ ബ്രദർ ഉണ്ടല്ലോ, ബ്രദർ എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷനല്ല, അതായത് കസിൻ ബ്രദറാണ് കേട്ടോ. ബ്രദറിനെ പോലെ തന്നെയാണ്. അവർ രണ്ടുപേരും ഓഫീസിൽ ഇഷ്യൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ ഇവർ രണ്ടുപേരും അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അതായത് എന്താണ് ഓഫീസിലെ കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വരണത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോനെ കാണുന്നുണ്ട്. ഹീറോനെ കാണുന്ന വശം തന്നെ ഉണ്ടല്ലോ ബ്രദറെ വന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ പേര് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ വന്നോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശിയും പറയുന്നുണ്ട് എൻ്റെ മോനെ കണ്ടിട്ട് എത്ര നാളെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോ ആണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ കണ്ണിക്ക് ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ബ്രദറിന് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടി താല്പര്യമില്ലാന്ന് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബ്രദറാണെങ്കിൽ പറയുന്നുണ്ട് അയ്യോ സോറി കേട്ടോ, നിങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രദറിനെ പോലെ എനിക്ക് തോന്നി, അതാണ് ഞാൻ മിസ്റ്റർ ബൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുത്തശ്ശിയും പറയണ അതേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവർ സംസാരിക്കേണ്ട എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നടന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഹീറോ അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ കൂടെയാണെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തശ്ശിക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതായത് തൻ്റെ കൊച്ചുമോൻ എന്തായാലും സ്നേഹിക്കണ പെൺകുട്ടിയല്ലെന്നാണ് മുത്തശ്ശി ചിന്തിക്കണത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയും മുത്തശ്ശിയുടെ അടുത്ത് കണ്ണിക്ക് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനും പറയേണ്ട പ്രൊജക്റ്റിൻ്റെ കാര്യമായിട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ആ സ്റ്റെപ്പ് സിസ്റ്റർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവൾക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് എത്ര അങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് മോളെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി ഇവളുടെ അടുത്ത് നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും മുത്തശ്ശിയുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇവനും ഭയങ്കര ആക്ടിങ് ഒക്കെയാണ് കേട്ടോ. കാരണം ഇവൻ്റെ ഐഡൻറ്റിറ്റി ഇപ്പോൾ വെളിപ്പെടുത്താൻ ഇവന് താല്പര്യമില്ല. എന്നിട്ട് മുത്തശ്ശിയാണെങ്കിൽ പറയേണ്ടത് എന്തായാലും ഈ പ്രൊജക്റ്റ് മോൾക്ക് തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കേണ്ട. അപ്പോൾ ഈ സമയത്ത് സ്റ്റെപ്പ് സിസ്റ്ററാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി വരുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് പ്രോജക്റ്റ് കൊടുക്കാൻ ഇവൾക്ക് അതിനുള്ള ഒരു യോഗ്യതയിലാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ മുത്തശ്ശിക്ക് ദേഷ്യം വരേണ്ട. മുത്തശ്ശി പറയാണ് ഇവൾക്ക് അതിനുള്ള എല്ലാ യോഗ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിക്ക് നമ്മുടെ ഹീറോയിനെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ സ്റ്റെപ്പ് സിസ്റ്റർക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവളാണെങ്കിൽ ഈ പ്രോജക്റ്റ് സ്വന്തമാക്കിയിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഓഫീസിൽ നിന്ന് പുറത്താക്കാനായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല സംസാരിച്ചത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവളും പറയാണ് ഇനി ആ പ്രൊജക്റ്റൊന്നും എനിക്ക് കിട്ടില്ല എന്നാണ് അവൾ ചിന്തിക്കണത് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയും പറയാണ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് മോൾക്ക് തന്നെയാണ് ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ മോൾക്കാണ് സാനിറ്ററി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്, ഹീറോയ്ക്കും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററെ കാണിക്കുന്നുണ്ട്. അവൾ ചിന്തിക്കുകയാണ് ഇവളെ ഒരു കാരണവശാലും ഈ പ്രൊജക്റ്റിൽ എന്തായാലും ഉൾപ്പെടുത്താൻ പാടില്ല, എങ്ങനെയെങ്കിലും തടയുന്നൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത് കേട്ടോ. അത് നമ്മുടെ ഹീറോയിന് നെക്സ്റ്റ് പണി കൊടുക്കാനാണ് അവൾ ആലോചിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. വീട്ടിൽ വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഇവൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോൻ്റെ അമ്മയാണെങ്കിൽ മരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അമ്മയുടെ അടക്കം ചെയ്ത കല്ലറയോട് വന്നിട്ട് ഇവനാണെങ്കിൽ സംസാരിക്കുകയാണ് എനിക്ക് ആരുമില്ല, ആകേണ്ടായത് അമ്മ മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ വിഷം എടുത്ത് കുടിക്കാൻ പോകുന്നുണ്ട് മരിക്കാൻ കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയിൻ ചോദിക്കുകയാണ് എന്താ നീ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എനിക്ക് ആകെയുള്ളത് എൻ്റെ അമ്മ മാത്രമായിരുന്നു, അമ്മ മരിച്ചെങ്കിൽ ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണമെന്ന് പോലും എനിക്ക് അറിയില്ലെന്ന് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇനിയും ഉണ്ടായിരിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. അമ്മ പോയെന്ന് വെച്ചിട്ട് നീ ഒരിക്കലും മരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നിനക്ക് ആരുമില്ലെങ്കിൽ ഒരു ഫീൽ ആണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വന്നോ, നിന്നെ ലൈഫ് ടൈം ഞാൻ കെയർ ചെയ്യാമെന്ന് നമ്മുടെ ഹീറോയിൻ സംസാരിക്കണ്ട. അപ്പോൾ ഈ ഒരു വേർഡാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടായിരിക്കണ്ട. അതായത് നമ്മുടെ ഹീറോയിന് ഇവനൊപ്പം ഉണ്ടാവുമെന്ന് ഇവള് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. എന്നിട്ട് ഇവളും പറയാണ് എൻ്റെ അമ്മ മരിച്ചു പോയി, എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ കെയർ ചെയ്യണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛനെ വലുത് എൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററും ആളുടെ വൈഫൊക്കെയാണ്, പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ ജീവിക്കണില്ലേ,
അതുപോലെ തന്നെ നീ ജീവിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്നെ മനസ്സിലാക്കുന്ന ഒരാൾ എന്തായാലും നിൻ്റെ കൂടെ വരുന്ന നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിന് മോട്ടിവേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ടൈം തൊട്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവരുടെ ഫസ്റ്റ് ടൈം മീറ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ അന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ഹീറോയിനെ തന്നെ മാരേജ് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോ ആലോചിക്കുന്നത് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് ഇവളാണെന്ന് ഓർമ്മയുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോനെ ഓർമ്മ കിട്ടണില്ല കേട്ടോ. എന്നിട്ട് ഇവൻ ചിന്തിക്കുകയാണ്, എപ്പോഴും നിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കും, നിന്നെ ഞാൻ ലൈഫ് ടൈം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഹീറോ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവള് ഫീൽ ചെയ്തിരിക്കായിരിക്കുള്ള അമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട്, കാരണം ഇവൾക്ക് സപ്പോർട്ടിനായിട്ട് ആരുമില്ലല്ലോ. എന്നിട്ട് ഇവൻ പറയാണ് നിൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ബായൊക്കെ പറഞ്ഞിട്ട് ഹായ് സ്വീറ്റി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ ജോബിന് പോവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് പറയുന്നുണ്ട് നീ നല്ല രീതിയിൽ കെയർ ചെയ്തിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അതായത് എവിടേക്കും പോയിരുന്നാണ് നമ്മുടെ ഹീറോയിന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയും ഓക്കെ ഞാൻ എവിടേക്കും പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനെ അറിയില്ലല്ലോ നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ടോപ്പ് ബിസിനസ് ആണെന്ന്. നമ്മുടെ ഹീറോയും പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് അവൻ്റെ ബോഡി ഗാർഡ്സിനൊക്കെ വിളിച്ചിട്ട് നമുക്ക് വേഗം ഓഫീസിൽ പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവൻ്റെ ഐഡൻറ്റിറ്റി നമ്മുടെ ഹീറോയിന് മുന്നിൽ മറച്ച് വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ ഓഫീസിലേക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ഇവളാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരിക്കും. ഒരു ഗൈനക്കോളജിനെ വന്ന് കാണാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ആ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ട്വിൻസാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അതായത് ഇത്ര വേഗം അവൾ പ്രഗ്നൻ്റ് ആയല്ലോ. നമ്മുടെ ഹീറോയിനെ തന്നെ അവൾ മോഡലായിട്ട് സെലക്ട് ചെയ്ത് വേറെ ഒന്നിനല്ല, അവൾക്കൊരു കുട്ടിക്ക് വേണ്ടിച്ചാണ് കേട്ടോ. അങ്ങനെ ഇവളാണെങ്കിൽ ആ ഗൈനക്കോളജിയുടെ അടുത്ത് നിന്ന് ഇറങ്ങണത് ഇവിടെ സ്റ്റെപ്പ് സിസ്റ്ററും അവളുടെ ഫ്രണ്ട്സും കാണണ്ടായിരിക്കും. എന്നിട്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ അടുത്ത് പറയാണ് അല്ല നിൻ്റെ സിസ്റ്റർ അല്ലേ പോണത്, അവളെന്താ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഗൈനക്കോളജിനാല് പോയി കണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പറയാണ് അവൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കേണ്ടത് നമ്മുടെ ഹീറോയിനായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോണ്ടല്ലോ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ ചിന്തിക്കുകയാണ് ഒരിക്കലും അവൾ പ്രഗ്നൻ്റ് ആവാൻ പാടില്ല എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ഇവളെന്ത് ചെയ്യുന്നു പറയട്ടെ, ഇവളുടെ അച്ഛനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അച്ഛനെ കോൾ ചെയ്തിട്ട് പറയാണ് നമ്മുടെ ഹീറോയും പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾ ഗൈനക്കോളജിനെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവൾ ഒരിക്കലും പ്രഗ്നൻ്റ് ആവാൻ പാടില്ല, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ബിസിനസ്സൊന്നും നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള പ്ലാൻ ഞാൻ തയ്യാറാക്കിയിട്ട് നമ്മുടെ അച്ഛനോട് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനും ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ ഹീറോയിനെ കോൾ ചെയ്തിട്ട് പറയാണ് ആൻറ്റിയുടെ ബർത്ത്ഡേ ആണ്, ആ ടൈമിൽ നീ എന്തായാലും വരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഹീറോയിനെ കൊച്ചിനെ ഇല്ലാതാക്കാനാണ് ഇവർ നോക്കണത് കേട്ടോ. നമ്മുടെ ഹീറോയിന് കൊച്ചുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സൊക്കെ നമ്മുടെ ഹീറോയിന് കിട്ടുന്ന അറിയാം. എന്നിട്ട് അവളോട് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിൽ വെറുതെ ഇരിക്കല്ലോ. ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് നീ എന്തൊരു ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓ നിൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് അത്ര റിച്ച് ഒന്നുമല്ലോ, ഒരു ജസ്റ്റ് ഒരു മോഡലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ മോശമായിട്ട്. അപ്പം നമ്മുടെ ഹീറോയിന് തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ. അവൾ പറയാണ് എൻ്റെ അമ്മയുടെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ അവിടെ താമസിക്കണത്, അതായത് എൻ്റെ അമ്മയുടെ സ്വത്താണ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് പറയും. എന്തിന് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് പോലെ എൻ്റെ അമ്മയുടെ പിച്ചയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നോടാണ് നീ സംസാരിക്കാൻ വരുന്നത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ സ്വത്തൊക്കെയാണ് ഇവർ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ അച്ഛനാണെങ്കിൽ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പം നമ്മുടെ ഈ സ്റ്റെപ്പ് സിസ്റ്റർ എന്ന് ചോദിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ ഒരു മെമ്മറി പോലത്തെ ഒരു സംഭവമുണ്ട്. അത് നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് ഇവളെന്ത് ചെയ്യുന്ന പറയട്ടെ, ഈ സാധനം എടുത്തിട്ടുണ്ടല്ലോ വലിച്ചെറിയും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര വിഷമമാവേണ്ടി. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവളാണെങ്കിൽ അത് പിടിക്കാൻ നോക്കണം കേട്ടോ. ഇവൾ മനഃപൂർവ്വം തന്നെ അങ്ങനെ ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മുടെ ഹീറോയിൻ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇവൾക്ക് അറിയാം ഇത് വീക്കി കഴിയുമ്പോൾ നമ്മുടെ ഹീറോയിൻ എന്തായാലും വെറുതെ ഇരിക്കില്ലാന്ന്. അത് പിടിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഴണ വശം തന്നെ അവൾക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് എണീക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൾ ഹെൽപ്പ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾ അച്ഛനാണെങ്കിൽ കണ്ട ഭാവം നോക്കില്ല കേട്ടോ. ഇയാളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ മൈൻഡ് ചെയ്യണം കൂടിയില്ല. അതായത് നമ്മുടെ ഹീറോയിനെ കുട്ടി മരിക്കട്ടെ എന്നാണ് ഇയാൾ ചിന്തിക്കുന്നത് കേട്ടോ. ഇയാൾക്ക് സ്വത്താണ് വലുത്, നമ്മുടെ ഹീറോയിനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. സ്വന്തം മോളാണ്, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സിസ്റ്ററോടാണ് ഇയാൾക്ക് കൂടുതൽ സ്നേഹം കേട്ടോ, അതായത് നമ്മുടെ ഹീറോയിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇയാൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എൻ്റെ കുട്ടീനാണെങ്കിലും രക്ഷിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയിൻ്റെ ഗ്രാൻമി ഉണ്ടല്ലോ, ഗ്രാൻമിയും ബ്രദറും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ.
അവരാണെങ്കിൽ ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഈ ഫംഗ്ഷൻ്റെ. അപ്പോൾ ഇവരാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കാണാൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പകുതി ബോധമുള്ളൂ, ഇവളാണെങ്കിൽ എൻ്റെ കുട്ടീനെ രക്ഷിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ്മ പറയുന്നത് എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിലോ ഈ അച്ഛൻ പറയാണ് നിങ്ങൾ എന്തിനാണ് ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗ്രാൻഡ്മയുടെ അടുത്ത്. നമ്മുടെ ഗ്രാൻഡ്മ നല്ല റിച്ച് പേഴ്സൺ ആണെന്ന് അറിയാം, മിസ്റ്റർ ഭൂവിൻ്റെ ഗ്രാൻഡ്മയാണെന്ന് അറിയാം കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് സിസ്റ്ററും പറയാണ് അതെ എന്തിനാണ് മാഡം നിങ്ങൾ ഇവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇവളെന്നുണ്ടെങ്കിൽ ഏതൊരു ചെക്കനിൽ നിന്ന് പ്രഗ്നൻ്റ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ മോശമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഗ്രാൻഡ്മയ്ക്ക് അറിയാലോ നമ്മുടെ ഹീറോൻ്റെ കുട്ടിയാണെന്ന് നമ്മുടെ ഹീറോൻ്റെ ഉള്ളിലുള്ളത്. എന്നിട്ട് ഗ്രാൻഡ്മ പറയുന്നത് നിർത്തണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ച് ഇവിടെ പുറത്താക്കുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗ്രാൻഡ്മ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗ്രാൻഡ്മ പറയാണ് ഒരു പ്രഗ്നൻ്റ് ആയ ഒരു ലേഡിയോട് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗ്രാൻഡ്മ ബ്രദറിൻ്റെ അടുത്ത് പറയുന്നത് എത്ര വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ നമ്മുടെ ഹീറോയിനും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബോധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗ്രാൻഡ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. എൻ്റെ ഗ്രാൻഡ്മയാണെങ്കിൽ നമ്മുടെ ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അതുപോലെ കുട്ടീനെന്നും പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് ഗ്രാൻഡ്മ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. കുട്ടീനെ അമ്മേനെ ഞങ്ങൾ സേഫ് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ്മയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ എന്തോ ഒരു അർജൻറ്റായ മീറ്റിങ്ങിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവ ഫയൽസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ ഇവന് തൊട്ടടുത്ത അസിസ്റ്റൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ മീറ്റിങ്ങിൻ്റെ ടൈം ആവാൻ പോകുന്ന ആ ടൈമിൽ കറക്റ്റാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് കോള് വരുന്നുണ്ട് കേട്ടോ. കോള് വേറെ ആരുടെയല്ല നമ്മുടെ ഹീറോൻ്റെ ബ്രദറിൻ്റെയാണ് കേട്ടോ. എന്നിട്ട് ബ്രദർ വിളിച്ചിട്ട് പറയാണ് സിസ്റ്റർ ലോയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു, ആൾ പ്രഗ്നൻ്റ് ആയിരുന്നു പറയുന്നുണ്ട് കേട്ടോ, ഹോസ്പിറ്റലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ അവൾ പ്രഗ്നൻ്റ്, അവൾക്ക് ആക്സിഡൻ്റ് ഒന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യണില്ല കേട്ടോ. ഇവനാണെങ്കിൽ വേഗം അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് മീറ്റിംഗ് ഒക്കെ ക്യാൻസൽ എന്ന് പറയുന്നുണ്ട് നമ്മുടെ അസിസ്റ്റൻ്റ് അടുത്ത്. എന്നിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് ഓടാണ്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ അവിടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ പറയാണ് ഓ നമ്മുടെ സാറിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്കും ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് വേഗം ഓടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബോധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അവളുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കി കഴിഞ്ഞിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻഡ്മാനെ നോക്കിയിട്ട് നമ്മുടെ ഹീറോ പറയുകയാണ് ഇനി നിങ്ങൾ പൊക്കോന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് ബോധം വരുമ്പോൾ നിങ്ങളിവിടെ കാണണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗ്രാൻഡ്മ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, കാരണം ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, ഈ സമയത്താണ് ഇവളെ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിനക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഗ്രാൻഡ്മ ഇത്ര വേഗം പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബ്രദറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഗ്രാൻഡ്മനെ കൊണ്ടുപോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രദറാണെങ്കിൽ ഗ്രാൻഡ്മയുടെ അടുത്ത് പറയുന്നുണ്ട് വാ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ കേൾക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ചേട്ടൻ ചേട്ടത്തിന് എന്തായാലും നല്ല രീതിയിൽ നോക്കിക്കോളെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ പോകാൻ തീരെ ഇഷ്ടമില്ല കേട്ടോ. അതിന് നമ്മുടെ ഹീറോയിനെ ഇട്ടിട്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് വേഗം പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾ ബോധം ഉണർന്നൊക്കെ തൊട്ട് മുന്നേ നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി ഒക്കെ വെളിപ്പെടുത്തലും അവൾ ചിലപ്പോൾ എന്നെ ഉപേക്ഷിക്കുമെന്ന് പറയട്ടോ. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് സ്ക്രീൻ മറ്റും അവിടെ നിന്ന് പോകുന്നുണ്ട്. അവർ പോയ ഉടനെ തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബോധം വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കേണ്ട ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ പ്രഗ്നൻ്റ് ആയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവളെ സ്റ്റൊമക്കിലൊക്കെ കൈവച്ച് കഴിഞ്ഞിട്ട് ഇവൻ നല്ല ഹാപ്പിയോട് കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫേസ് കുറച്ച് ഡള്ളായി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് ഇനി നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് എന്താ നീ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അതേ നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കൈ പിടിച്ചിട്ട് പറയാണ് ഇപ്പം നീ ഇന്നിങ്ങനെ പറഞ്ഞു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നമ്മുടെ എഗ്രിമെൻ്റ് അങ്ങനെയായിരുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് എനിക്കൊരു കുട്ടിക്ക് ഞാൻ ആവശ്യമുണ്ടായിരുന്നത് ഇപ്പം എന്തായാലും ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് എങ്കിൽ നിൻ്റെ ആവശ്യമില്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് നീ ഒരിക്കലും പോലെ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അപ്പം നമ്മുടെ ഹീറോയിൻ ഇങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. ആക്ച്വലി ഇവൾക്ക് നമ്മുടെ ഹീറോയിനെ ഇഷ്ടമൊക്കെയാണ് കേട്ടോ. പക്ഷേ എന്താ അവളിങ്ങനെ പറയണമെന്ന് അറിയില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് നിന്നെ ഒരു മോഡലായിട്ടൊക്കെ കണ്ടോളൂ എന്ന് പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ കുട്ടീനെയാണ് ആവശ്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിനക്ക് നല്ലൊരു എമൗണ്ട് ഞാൻ തരാം, നീ എത്രയും വേഗം എഗ്രിമെൻറ്റ് ക്യാൻസൽ ആയിട്ട് ഇവിടുന്ന് പൊക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ പോവാൻ കൂട്ടാക്കളെ അവരാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കോൾ ചെയ്തിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നീ എന്താ പോവാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ പോവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് എന്നാൽ ശരി നീ അവിടെ തന്നെ ഇരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വീടിൻ്റെ ഉള്ളിലേക്ക് നീ ഞാൻ എൻ്റർ ചെയ്യിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പാവുണ്ട് അതാണെങ്കിൽ അവിടെ പുറത്തിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ
ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കൊന്നും വരുന്നില്ല കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ പുറത്തൊന്ന് നോക്കുന്നുണ്ട് നമ്മുടെ ഹീറോ എന്ത് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ അവിടെ കാണണ്ടാവില്ല. അപ്പം നമ്മുടെ ഹീറോയിൻ ചിന്തിക്കുകയാണ് എന്താ ഇവ ഇവിടെ നിന്ന് പോയി എന്നാണ് ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവൾക്കും ചെറുതായിട്ട് ഫീലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം ഇവൾക്കും നമ്മുടെ ഹീറോയിനോട് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവൾ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ വന്നിട്ട് പറയുന്നുണ്ട് എന്നെയാണോ നോക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് ബുക്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബുക്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസൊക്കെ വായിക്കണ ബുക്ക് ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ. എന്നിട്ട് ഇതാണെങ്കിൽ നമ്മുടെ ഹീറോയിന് കൊടുക്കണം. എന്നിട്ട് പറയാണ് ഈ ബുക്കൊക്കെ ഇപ്പോൾ വായിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവ നല്ല കെയറിങ് ആണല്ലോ നമ്മൾ ആലോചിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വൊമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി വരുന്നുണ്ട്. അവളാണെങ്കിൽ വൊമിറ്റ് ചെയ്യാനുണ്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയാണ് ഞാൻ നല്ലൊരു സൂപ്പ് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നല്ലൊരു സൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ സൂപ്പ് കഴിച്ചിട്ട് പറയാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ് ഞാൻ നല്ല രീതിയിൽ നിന്നെ കെയർ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ മസാജ് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവൻ്റെ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര ഇഷ്ടമൊക്കെ ആവുന്നുണ്ട്. ഓൾറെഡി തന്നെ നമ്മുടെ ഹീറോയിനെ ഇവൾക്ക് ഇഷ്ടമാണ്. പിന്നെയെന്ന് വെച്ചാൽ നല്ല കെയറിങ്ങോട് കൂടി ഇരിക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇവൾ പറയാണ് എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ അവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ശരി നീ ഇവിടെ നിന്നോന്ന് പറയുന്നുണ്ട്. പക്ഷേ എപ്പം ഞാൻ പോകാൻ പറയുന്ന ആ ടൈമിൽ നീ പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനും ഒരു മീറ്റിങ്ങിന് വരുന്നതാണ്. ഈ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ സ്റ്റെപ്പ് സിസ്റ്ററും ഫാദറും അവിടെയുള്ള ആൾക്കാരെ കൂടിയിട്ടുണ്ടല്ലോ ഇവിടെ നല്ല രീതിയിൽ മോശമായിട്ട് സംസാരിക്കും. വേറൊന്നല്ല നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനാരാന്നൊക്കെ ചോദിക്കുന്നത് ഈ മോഡലാണെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ ഇവർ രണ്ടുപേരും ഭയങ്കര രീതിയിൽ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ മാരീഡാന്ന് പറയുന്നുണ്ട് കേട്ടോ ഓൾറെഡി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അതായത് എപ്പം മാരേജ് ചെയ്യുന്നതാണ് അവൾ ചിന്തിക്കണത് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിന് സപ്പോർട്ടീവായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അവളെ കൈ പിടിച്ചിട്ട് പറയുന്നത് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് പറയുന്നുണ്ട്. എൻ്റെ കുട്ടിയാണ് അവളെ വയറ്റുള്ളതെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താ സംശയമാണോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററും അതുപോലെ ഫാദറും അവിടെയുള്ള ആൾക്കാർ ഇതൊക്കെ കേട്ട് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇവർ തമ്മിൽ മാരേജ് ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. എന്നിട്ട് നമ്മുടെ ഹീറോ നമ്മുടെ ഹീറോയിനെ കൊണ്ട് പറയുന്നുണ്ട് വാ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ഇവരുടെ അടുത്തൊന്നും സംസാരിച്ചിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ആലോചിക്കുകയാണ് ഇവരെപ്പോഴും മാരേജ് ചെയ്യുന്നതാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ. ഇവർ ജസ്റ്റ് ഒരു മെയിൽ മോഡലായിട്ടാണ് നമ്മുടെ ഹീറോനെ കണ്ടുള്ളൂ കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ സപ്പോർട്ടീവായിട്ടാണ് ഇങ്ങനെ സംസാരിച്ച് തന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വേഗം നമ്മുടെ ഹീറോയിനും കൊണ്ട് മാരേജ് ഓഫീസിൽ പോയിട്ട് ഇവർ തമ്മിൽ മാരേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ഫോട്ടോ എടുത്ത് വെക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എൻ്റെ ഗ്രാൻഡ്മയ്ക്ക് അയക്കാനെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ഗ്രാൻഡ്മ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഗ്രാൻഡ്മ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ ഹീറോയ്ക്ക് അപ്പോഴാണ് അയ്യോ പണിപാളി. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് അയ്യോ സോറി കേട്ടോ എനിക്ക് ഗ്രാൻഡ്മ ഉണ്ട് നിന്നോട് പറയാൻ മറന്നാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ്മേനാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഗ്രാൻഡ്മയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഗ്രാൻഡ്മയ്ക്ക് ഹാപ്പി ആവേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിന് ഇപ്പോൾ ലീഗലായിട്ട് മാരേജ് ചെയ്തല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണല്ലോ. എന്നിട്ട് പറയുകയാണ് എത്രയും വേഗം ഒരു പാർട്ടി തയ്യാറാക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് എൻ്റെ പേരക്കുട്ടി വരാൻ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ സെർവൻസിൻ്റെ അടുത്ത്. അപ്പോൾ അവർ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനും ആ പാർട്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ സ്റ്റെപ്പ് സിസ്റ്റർ അവിടെ ഉണ്ടായിരിക്കും. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വീണ്ടും ഇവളുടെ അടുത്തേക്ക് തല്ലുകൂടാൻ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നീ എന്തിനാണ് ഈ പാർട്ടി വന്നതെന്ന് ചോദിക്കേണ്ടി കേട്ടോ. ഇവിടെയൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വരുന്നതാണ് നീ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് എവിടെ നിൻ്റെ മോഡൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓ സോറി ഇപ്പം നിൻ്റെ ഹസ്ബൻഡ് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്ന് നിലവാരമില്ല ഈ പാർട്ടിയിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിൽ ഭയങ്കര രീതിയിൽ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ അടുക്ക് വരുന്നത് എന്നിട്ട് പറയണം ആരെൻ്റെ വൈഫിനെ ഹെർട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ വരുന്ന സമയത്താണെങ്കിൽ അവിടുത്തെ പെമ്പിള്ളാരൊക്കെ പറയും ഇതാണോ മിസ്റ്റർ ബൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് കാണാൻ നല്ല ഹാൻസം ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹീറോ വരുന്ന ടൈമിലാണെങ്കിൽ സ്റ്റെപ്പ് സിസ്റ്റർ പറയാണ് ഓ നീയും വന്നോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ഈ പാർട്ടിക്ക് വന്നെന്ന് ചോദിക്കുന്നത് ഇതൊക്കെ നല്ല റിച്ചായ ആൾക്കാരുടെ പാർട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്നും ഇതുപോലത്തെ പാർട്ടിയിലൊന്നും വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്നും മിണ്ടോന്നില്ല കേട്ടോ. കാരണം നമ്മുടെ ഹീറോ ആണല്ലോ ഓൾറെഡി മിസ്റ്റർ ബൂ. നമ്മുടെ ഹീറോൻ്റെ ഗ്രാൻഡ്മയാണല്ലോ ഈ പാർട്ടി തന്നെ തയ്യാറാക്കിയത്.
എന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ പെണ്ണുങ്ങളോട് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ പറയണ്ടേ ഇവൻ മിസ്റ്റർ പൂവെന്നല്ലാന്ന് പറയണ്ടേ ഇവൻ ജസ്റ്റ് ഒരു മോഡലാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ എൻ്റെ സിസ്റ്റർ വാടകയ്ക്ക് എടുത്ത മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്തും ഇവനെ മോശമായിട്ട് പെരുമാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഈ പെൺപിള്ളേർ പറയുന്നത് അയ്യ ഇവൻ ജസ്റ്റ് മോഡലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ എന്തിനാണ് ഈ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉള്ളവരൊക്കെയാണ് നമ്മുടെ ഹീറോയിനും കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിലല്ലോ നമ്മുടെ ഹീറോ ഒന്നും പറയണമെന്നില്ല കേട്ടോ. എന്നിട്ട് സ്റ്റെപ്പ് സിസ്റ്റർ എന്നിട്ട് നിർത്തണില്ല. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഗ്രാൻഡ്മടക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗ്രാൻഡ്മ പറയുകയാണെങ്കിൽ ഇവിടെ എന്താ ടോക്കിംഗ് എന്ന് പറയണേ. എന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഇപ്പോഴെങ്കിൽ നീ സത്യം പറയുന്നുണ്ടോ നീ ആരാണെന്ന് പറയാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ മിസ്റ്റർ ബൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ ഒന്നും വിശ്വസിക്കില്ല കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഗ്രാൻഡ്മയുടെ അടുത്ത് വന്നിട്ട് പറയാണ് ഗ്രാൻഡ്മ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഗ്രാൻഡ്മയും പറയുന്നുണ്ട് ഇതാണ് എൻ്റെ പേരെക്കുട്ടി മിസ്റ്റർ ബൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഹീറോയിനും അതുപോലെ അവിടെ നിൽക്കുന്ന ആൾക്കാരും നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററൊക്കെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്ത് മിസ്റ്റർ ബൂ നിങ്ങളാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അതേ ഞാനാന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് എൻ്റെ മെമ്മറി ലോസായി പോയി. ആ ടൈമിലായിരുന്നു എന്നെ അവിടുത്തെ ലേഡി കൊണ്ടുപോയത് ഒരു മോഡലാക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഹീറോയിനെ കണ്ടുമുട്ടിയതും ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ പറയുന്നത്. അതിനുശേഷം ഇവൻ്റെ മെമ്മറി വീണ്ടും ഇവന് തിരിച്ചു കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചതാണ് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതായത് ഇത്രയും ടോപ്പായിട്ടുള്ള ഒരു വ്യക്തിനെയാണ് ഞാൻ ജസ്റ്റ് മോഡലായിട്ട് കൊണ്ടു നടത്തുന്നതാണ് ഇവൾ ചിന്തിക്കണത് കേട്ടോ. അതായത് നമ്മുടെ ഹീറോ ചീറ്റ് ചെയ്ത പോലെയാണ് ഇവൾക്ക് ഫീൽ ആവുന്നത് കേട്ടോ. എന്നിട്ട് ഇവൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവളതിപ്പോൾ ഓർത്ത് പ്രകടിപ്പിക്കണില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ ഇപ്പോൾ ഇവരെ മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ട് ഹേർട്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് തന്നെയല്ല അതിന് മോശക്കിടുക. അതുകൊണ്ട് ഇവളൊന്നും മിണ്ടണമെന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട് കേട്ടോ. അതായത് തൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചില്ല. അപ്പം നമ്മുടെ ഹീറോയിനും ഒന്നും തിരിച്ച് അവൻ്റെ അടുത്ത് റെസ്പോണ്ട് ഒന്നും ചെയ്യണില്ല കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ട് നമ്മുടെ ഹീറോയിൻ്റെ. ആ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു പേപ്പർ കട്ടിങ് കാണിച്ചു കൊടുത്തിട്ട് പറയാണ് ഈ എക്സ് ബോയ് ഫ്രണ്ടിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് ഇവനെ രക്ഷിച്ച് നമ്മുടെ ഹീറോയിനായിരിക്കും ഉണ്ടാകും. പക്ഷേ ഇവൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ഹീറോയിൻ്റെ സിസ്റ്റർ ആയിരിക്കും ഇവനെ രക്ഷിച്ചെന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഹീറോയിനെ സ്നേഹിക്കാണ്ട് അവളെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇയാളെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ ചെക്കനാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമൊക്കെ ആവേണ്ടി. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സോറി പറഞ്ഞിട്ട് പറയാണ് നമുക്ക് പഴയത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ വൈഫാണല്ലോ. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ബ്രദറും പറയുന്നുണ്ട് നിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടാണ് മനസ്സിൽ ചിന്തിക്കണത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ഫ്രണ്ടിൽ കയറി വന്നിട്ട് പറയാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇത് എൻ്റെ വൈഫാന്ന് പറയുന്നുണ്ട് കേട്ടോ. നിനക്കെന്താ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ ചെക്കനാണെങ്കിൽ സോറി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് പോകുന്നു പറയുന്നുണ്ട്. ഇവരെല്ലാവരും പിടിച്ച് പുറത്താക്കാൻ പറയുന്നുണ്ട് അവിടെ ബോഡി ഗാർഡ്സിൻ്റെ അടുത്ത്. എൻ്റെ വൈഫിനെ ഹേർട്ട് ചെയ്ത ആൾക്കാർ ഇവിടെ ആരും വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബോഡി ഗാർഡ്സൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ പിടിച്ച് പുറത്താക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോഴും കുറച്ച് സാഡായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഹീറോയിനെ. അപ്പോൾ ഗ്രാൻഡ്മ പറയാണ് ഏട്ടാ നീ എന്തുകൊണ്ട് നോക്കി നിൽക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ അവളുടെ പിറകിക്കൂടെ പോടാന്ന് പറയുന്നത് അവളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു കഴിഞ്ഞ് സോറി പറയുന്നു പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിന്നെ അവൾ ഡിവോഴ്സ് ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ഹീറോനെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിണ്ടല്ലോ അവളെ വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ പേരിക്ക് ഇന്നാണ് കേട്ടോ. എന്നിട്ട് അവളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നീ എന്നെ ചീറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം നീയാണ് ഈ നമ്പർ 1 ബിസിനസ് മാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് ഓർമ്മ തിരിച്ച് കിട്ടിയപ്പോൾ നിനക്ക് അതിനോട് എല്ലാ കാര്യങ്ങളും പറയാറുന്നില്ലെന്ന് പറയുന്നുണ്ട്. നീ എന്തിനാ ജസ്റ്റിൻ്റെ അടുത്ത് മുന്നിൽ ആക്ട് ചെയ്യുന്നൊക്കെ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയണേ ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ നിൻ്റെ കൂടെ നിന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഐഡൻറ്റിറ്റി അതിന് ശേഷം നീ എന്നെ ഡിവോഴ്സ് ചെയ്യുന്നൊക്കെ ഞാൻ പേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നതെന്നൊക്കെ നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിൻ എന്ത് പറഞ്ഞിട്ടാണെങ്കിൽ കൺവിൻസ് ആവാനായിട്ട് നമ്മുടെ ഹീറോ സോറി പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നത് നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവർ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത പ്ലേസ് ഉണ്ടല്ലോ അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ ആ സെയിം ഡയലോഗ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് എൻ്റെ അമ്മ മരിച്ചുപോയി എനിക്ക് ആരുമില്ല എങ്കിൽ ഞാൻ എന്തിനാ ജീവിക്കണേന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവ ഡയലോഗ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനൊന്ന് സ്ട്രൈക്കാവും. അതായത് അന്ന് സംസാരിച്ച സെയിം ഡയലോഗാണ് നമ്മുടെ ഹീറോ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡയലോഗ് ഉണ്ട് നമ്മുടെ ഹീറോയിൻ പറഞ്ഞത്. ആ ഡയലോഗാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് അന്ന് സംസാരിച്ച ആ ഒരു പേഴ്സൺ നമ്മുടെ ഹീറോ ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ ആയിരുന്നോ ആളെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ അന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ അത് ഇപ്പം എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയുന്നുണ്ട്.
അന്ന് തൊട്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചതാണ്, മാരേജ് ചെയ്യുകയാണെങ്കിൽ നിന്നെ മാത്രമേ ഞാൻ മാരേജ് ചെയ്യുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട്. എന്തോ എൻ്റെ ലക്കിന് എനിക്ക് നിന്നെ കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര ഹാപ്പിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ കരഞ്ഞിട്ട് പറയാണ് സോറി പറയുന്നത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് നീ എന്തിനാ സോറി പറയുന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കെന്തായാലും എന്നെ മനസ്സിലായില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് നിന്നെ കണ്ടപ്പോൾ മനസ്സിലായി നമ്മുടെ ഹീറോ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവള് എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ആക്ച്വലി നമ്മുടെ ഹീറോയിൻ ലാസ്റ്റ് ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, നിനക്ക് ആരില്ലെങ്കിൽ നിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കുന്നു. ആ ഒരു വേർഡായിരിക്കും നമ്മുടെ ഹീറോയിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അന്ന് തൊട്ടായിരിക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കണ്ട. പക്ഷെ പിന്നീട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഇപ്പോഴായിരിക്കും ഇവളെ കണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിന് ക്ഷമിക്കുന്നൊക്കെ പറയുമ്പോൾ അവനും കരണ്ണീരൊക്കെ തുടച്ച് കൊടുത്തിട്ട് കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് കറക്റ്റ് നമ്മുടെ ഗ്രാമിയും അവൻ്റെ ബ്രദറും വന്നിട്ട് പറയാണ് അയ്യോ എൻ്റെ പേരക്കുട്ടീനെ ഡിവോഴ്സ് ചെയ്യില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ബ്രദറും പറയുന്നുണ്ട് അയ്യോ എൻ്റെ ചേട്ടനെ ഡിവോഴ്സ് ചെയ്യുന്ന സിസ്റ്ററിലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആളൊരു പാവാന്ന് പറയുന്നുണ്ട്, സിസ്റ്ററിനോ അവനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവർ നമ്മുടെ ഹീറോയ്ക്ക് സപ്പോർട്ട് തരാൻ സംസാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി നമ്മുടെ ഹീറോയിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞു തീർത്ത് അവർ സെറ്റായില്ലോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് ഇല്ല ഞാൻ ഡിവോഴ്സ് ചെയ്യില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ ഹീറോയിനൊരു 7 മന്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ ഒരു വിഷ് അവൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, ആ വിഷ് നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവനാണെങ്കിൽ ആ ടേബിളിൽ പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശി അവിടെ താഴെ നിൽക്കുന്നുണ്ട്, വേഗം നിങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ട് വരാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ കൊണ്ടുപോകണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത് എന്തായിരുന്നു ആ വിഷ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അവൻ്റെ വിഷ് എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഇവൻ പ്രാർത്ഥിച്ചത് ഇതായിരിക്കും. അതായത് നമ്മുടെ ഹീറോയിനെ വേറെ ആരും മാരേജ് ചെയ്യരുത്, ഇവനെ തന്നെ അവളെ കിട്ടണം വൈഫായിട്ടെന്ന്. അപ്പോൾ അത് നടന്നല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ആ വിഷ് അവൻ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് ചിരി വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ റോങ് ആയിട്ടുള്ള പേഴ്സണാണ് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അല്ല നീ റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണെന്ന് പറയുന്നത്, നിനക്ക് എന്തായാലും മെമ്മറി ലോസ് ആയി നന്നായി എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്നെ കിട്ടിയെന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് അവൾക്ക് ചെറിയൊരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിലൂടെ നമ്മുടെ ഈ ഡ്രാമ ഉണ്ടാവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ ബൈ.